ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയാമല്ലോ, +1 റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ സത്യം പറയാമല്ലോ, പൊട്ടും പൊട്ടും. അപ്പോൾ ഗൈസ്, +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ആകെ 2 സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, 2 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഗൈസ്, 2 സബ്ജക്റ്റാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇംഗ്ലീഷ് ആൻഡ് മാത്സ്. ഈ 2 സബ്ജക്റ്റിലെ ഒരു സബ്ജക്റ്റ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തില്ല. ദാറ്റ്സ് മാത്സ്. എന്തോ ഞാൻ ഇമ്പ്രൂവ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. സോ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുപ്പിച്ചായിരുന്നു എക്സാം. സോ ഞാൻ മാത്സ് ഇമ്പ്രൂവ് ചെയ്തില്ല. അപ്പോൾ അതൊരു നല്ലൊരു റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ റിഗ്രറ്റിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിഗ്രറ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അടുപ്പിച്ച എക്സാം ലൈക്ക് ഇത് പോയാൽ അത് എനിക്ക് നല്ല മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അറിയാലോ, പൊതുവെ കമ്പ്യൂട്ടർ അടച്ച തിയറിയാണ്. അപ്പോൾ അത്യാവശ്യം പെടും, പരീക്ഷ പെടും. അപ്പം ഇപ്പോൾ എൻ്റെ 11th കാര്യം പറയുകയാണെങ്കിൽ 11th എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്ക് എന്ന് പറയുന്നത് 41 ആയിരുന്നു. ഔട്ട് ഓഫ് 80 എനിക്ക് 41 കിട്ടിയുള്ളായിരുന്നു ഇംഗ്ലീഷ്. അത് അത്രയും പൊട്ടപ്പൊളിഞ്ഞ മാർക്കാണ് എനിക്ക് കിട്ടിയത് ഇംഗ്ലീഷിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാരെല്ലാം കണ്ണ് തള്ളിപ്പോയി. കാരണം ഇംഗ്ലീഷിന് ഇത്രയും പൊട്ട മാർക്ക് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷിന് മാത്രം എനിക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ 10th ക്ലാസ് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ഒരു നല്ല മാർക്ക്, കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടുമായിരുന്നു. എപ്പോഴും പഠിച്ചാലും പഠിച്ചില്ലാലും ആ ഒരു മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ആ ഒരു 10th ക്ലാസ്സിലെ ആ ഒരു മോഡ് ഓഫ് രീതിയിലാണ് +1 പോയത്. +1 ഇംഗ്ലീഷ് അപ്രോച്ച് ചെയ്ത് ആ ഒരു രീതിയിലുള്ള എക്സാം അപ്രോച്ച് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മോഡ് ഓഫ് അല്ലായിരുന്നു എക്സാം. കമ്പാരിറ്റീവ്ലി എൻ്റെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ലപോലെ മാർക്ക് 41 കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് നല്ലപോലെ കരയാനും ഭയങ്കര പൊട്ട മാർക്കാണ് എനിക്ക് ഇംഗ്ലീഷിൽ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു റിവാലുവേഷൻ കൊടുക്കാം, എന്തെങ്കിലും 2-3 മാർക്കെങ്കിലും കൂടിയാലോ. അപ്പോൾ 41 നിന്നും നേരെ 10 മാർക്കാണ് കൂടിയത്, 51. അപ്പം 10 മാർക്ക് റിവാലുവേഷന് കൂടി. അപ്പം 500 രൂപ കിട്ടുകയും ചെയ്തു. തിരിച്ച് കൊടുത്ത പൈസ തന്നെ തിരിച്ചും കിട്ടി. അപ്പം എനിക്ക് എന്തായാലും 5-8 കിട്ടി. അപ്പം ഞാൻ ഹാപ്പിയായി. കാരണം ഹാപ്പി ഒന്നും ആയില്ല, എന്നാലും എനിക്ക് ഒരു ഇതായി, അത്ര 10 മാർക്ക് വരെ കുറച്ചിട്ടാണ് പോയെ എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. അപ്പം വീണ്ടും പൊട്ട മാർക്ക് തന്നെ കയ്യിരിക്കുന്നത് 71 മാർക്കേ ഉള്ളൂ കൂടി. ബാക്കി എല്ലാവർക്കും 80 കാണും. ഒരു സ്റ്റാൻഡേർഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ 80 ഇംഗ്ലീഷിൽ. അപ്പം എനിക്ക് എത്ര ഞാൻ വിചാരിച്ചു എനിക്ക് +2 അടിച്ച് പൊളിച്ച് ഇംഗ്ലീഷ് സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ച് +2 കാലെടുത്ത് വെക്കുകയും ഫസ്റ്റ് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. പിന്നെ മെല്ലെ കുറഞ്ഞു. പിന്നെ ഇംഗ്ലീഷ് വലിയ ഇതായിട്ട് നോക്കുന്നില്ലായിരുന്നു. പിന്നെ ഓണപ്പരീക്ഷ ആയപ്പം എനിക്ക് 30 സംതിങ് എങ്ങാണ്ട് മാർക്കുള്ളായിരുന്നു. 80 30 ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. 40 പിന്നെ ക്രിസ്മസ് ഹാഫ് ഇയർലി ആയപ്പം എനിക്ക് വീണ്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ, 40 പിന്നെ മോഡലായപ്പോൾ വീണ്ടും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കുറഞ്ഞു, വീണ്ടും 30. ഓക്കെ, മോഡൽ എക്സാമിന് +2 കേസാണ് ഞാൻ പറയുന്നത്. +1 ഇതേ മാർക്കൊക്കെ തന്നെയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, ക്രിസ്മസിനും ഹാഫ് ഇയർലി. +1 +2 സെയിം. ഈ ഹാഫ് ഇയർലിയും ക്വാർട്ടർലിയിലെയും മാർക്ക് ഏകദേശം സെയിം തന്നെയായിരുന്നു. ഈ ഒരു 30-ലും 40-ൻ്റെ ഇടയിലായിരുന്നു ഞാൻ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന മാർക്ക്. ഇതിൻ്റെ അപ്പുറം എനിക്ക് പോയിട്ടില്ല. 50 വരെയും കണ്ടിട്ടേ ഇല്ല. 45-ൻ്റെ മുകളിൽ ഞാൻ കയറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ ഇത് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഇംഗ്ലീഷ്. +2 ഞാൻ എങ്ങനെയെങ്കിലും ഇത് മേടിക്കണമല്ലോ എന്ന് ആലോചിച്ച് എങ്ങനെയെങ്കിലും പഠിക്കണം. അപ്പോൾ +2 അത്യാവശ്യം വൃത്തിക്ക് ഇംഗ്ലീഷ് പഠിച്ചു. പക്ഷെ പരീക്ഷയ്ക്ക് എനിക്ക് വൃത്തിയായിട്ട് എഴുതാനും പറ്റിയില്ല. ഒരു സുഖം കിട്ടിയില്ല എക്സാമിന്. അതുമല്ല, എനിക്ക് വലിയൊരു എക്സ്പെക്ട് ചെയ്ത് അത്ര എഴുതാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം വൃത്തിക്ക് ഇംഗ്ലീഷ് പഠിച്ചില്ലെന്ന് ആരും പറയത്തില്ല. കാരണം ഞാൻ വൃത്തിക്ക് ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് പഠിച്ചായിരുന്നു +2. അപ്പം എനിക്ക് നല്ല ഒരു ഹോപ്പൊക്കെ ഉണ്ടായിട്ട് +2 എക്സാം അത്യാവശ്യം അറിയാമല്ലോ, പണിയായിരുന്നു. ഇംഗ്ലീഷിന് ടൈം ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഈ ഒരു പ്രശ്നം കാരണം ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി.
പ്ലസ് വണ്ണിൽ ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളായിരുന്നു. അപ്പം ഇംഗ്ലീഷ് ലാസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തത്തിൽ തളർന്നിരിക്കുകയാണല്ലോ. കെമിസ്ട്രി കഴിഞ്ഞ് ഫിസിക്സ് കഴിഞ്ഞ് മാത്സ് ആകെ കുറവായി. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ പ്ലസ് വണ്ണിൽ. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ച് എന്തെങ്കിലും കാണിക്കണമല്ലോ. അപ്പം ഞാനൊന്നും പഠിച്ചിട്ടില്ല. തലേദിവസം എന്തെങ്കിലും കാണിക്കണം. തലേദിവസം എന്തെങ്കിലും വീട്ടുകാരെങ്കിലും ബോധ്യപ്പെടുത്താൻ വെറുതെ ഇമ്പ്രൂവ്മെൻറ്റ് പോയി അങ്ങനെ വരും. ഞാൻ അപ്പോഴും ഒന്നും വെറുതെ പഠിക്കുന്നില്ല. ചുമ്മാ വായിച്ച് പോവുക. ഫോർമുലത്ത് പ്ലസ് ടുവിൽ പഠിച്ച അതേ ഫോർമുലത്തൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. എക്സ്ട്രാ ആയിട്ടൊന്നും ഇല്ലല്ലോ പഠിക്കാൻ. അപ്പം ഞാൻ അത്യാവശ്യം വൃത്തിക്കുന്നു. ട്രാവലേഴ്സൊക്കെ കുറച്ച് നോക്കിയിട്ടൊക്കെ പോയായിരുന്നു. ട്രാവലേഴ്സ് മാത്രം വൃത്തിക്കുന്നു വായിച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ട് പോയി. എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ താമസിച്ചു 6:30 പിന്നെ കൂട്ടുകാരനെ വിളിച്ച് ഞങ്ങളങ്ങ് പോയി. വീട്ടിലൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എക്സാം തീരുന്ന ദിവസം നമുക്ക് ആ ഒരു മൂഡ് ഓഫ് ഇതാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാണിച്ചു വെക്കാം അല്ലോ എന്ന് വെച്ചാൽ എക്സാം എഴുതി കഴിയുമ്പോൾ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 90 ആ ഒരു സ്കോർ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ഐ സ്കോർഡ് 86 ഔട്ട് ഓഫ് 100. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആവറേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ ഞാൻ 86 മേടിക്കാറ്. ഇങ്ങനെ കൂട്ടാതെ 66 മാർക്ക്, 80-ൽ 66 മാർക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം 30-ൽ നിന്ന് റേഞ്ച് 66 നിന്ന് എത്ര മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾ ജസ്റ്റ് നോക്കാം. എനിക്ക് മോഡലിന് കിട്ടിയ മാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പ്ലസ് വണ്ണിൽ എനിക്ക് മോഡലിന് മാർക്ക് കാണിച്ചില്ല. ഈവൻ എനിക്ക് ക്രിസ്മസിൻ്റെ പ്ലസ് വണ്ണിൽ എനിക്ക് കണ്ട് ഏകദേശം 35-37 കണ്ടേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് ഞാൻ എത്ര 30 മാർക്ക് വീണ്ടും എക്സ്ട്രാ മേടിച്ചു. വീണ്ടും 66 മാർക്ക് മേടിച്ചു. അത്രയും മാർക്ക് ഡിഫറൻസ് ഞാൻ മേടിച്ചു പ്ലസ് വണ്ണിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തത് 90 ആ ഒരു റേഞ്ച്. പക്ഷേ എനിക്ക് 4 മാർക്കിൻ്റെ ഡിഫറൻസിൽ 90 പോയി. അപ്പം ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് കിട്ടിയില്ല. എനിക്ക് എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയ സ്റ്റാർ കമൻറ്റ് ചെയ്യാം. എനിക്ക് എക്സ്പെക്ട് ചെയ്ത മാർക്ക് കിട്ടിയിട്ടില്ല ഇംഗ്ലീഷിൽ. ബട്ട് ഞാൻ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഹാപ്പി അല്ല. എന്നാലും കുഴപ്പമില്ലാത്ത മാർക്കാണ് ഇംഗ്ലീഷിൽ 86. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. വലിയ ആന മാർക്കൊന്നുമല്ല. ബട്ട് എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ ഞാൻ പക്കാ വീക്കായിരുന്നു. ഇത്രയും മാർക്ക് പെട്ടെന്ന് കയറുന്ന പറഞ്ഞാൽ ഞാൻ ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു അത്രയും നിന്ന് നീ ഇത്ര എത്തിയോ, ഇത് നല്ലതാണല്ലോ, നല്ല അവന് നല്ല ഇതായിട്ട് പറഞ്ഞു. ടീച്ചർ എനിക്ക് അപ്പോൾ കുഴപ്പമില്ല. ടീച്ചർ എനിക്ക് ഗൈഡൊക്കെ തന്നായിരുന്നു പ്ലസ് വണ്ണിൽ. ഞാൻ അപ്പോഴും പുസ്തകം നോക്കിയില്ല. എക്സാം സ്കൂൾ അടയ്ക്കാൻ പോവാം. മോഡൽ എക്സാം കഴിഞ്ഞ് മോഡൽ എക്സാമിൻ്റെ മാർക്ക് മേടിക്കാനും കണ്ടാന്ന് പോയെ അത് മേടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ വൈകുന്നേരം ഞാൻ ടീച്ചറിനോട് പറഞ്ഞ ടീച്ചർ എനിക്ക് ഇംഗ്ലീഷ് ഒരു വക അറിയിട്ടില്ല, എങ്ങനെയെങ്കിലും പാസ്സാവണമെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വക താഴ്ച പഠിച്ചിട്ടില്ല, നോക്കണം. അപ്പം ടീച്ചറിനെ ഞാൻ പറഞ്ഞ ടീച്ചറെ എനിക്ക് കുറേ ഗൈഡൊക്കെ എവിടെ നിന്നൊക്കെ തപ്പി തന്ന് പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല പ്ലസ് വണ്ണിൽ. ഞാൻ മൊത്തം ഒരു ഗൈഡ്, എന്താണ് ഗൈഡിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ പ്ലസ് ടുവിൽ വാങ്ങിച്ചായിരുന്നത്. അലമാരിക്കത്തിരിപ്പണ്ട്, ഞാൻ നോക്കട്ടെ. അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ 86 മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് ഇംഗ്ലീഷിൽ ഒരു ബിലോയിൽ നിന്നും ഒരു ആവറേജ് മാർക്കാണിത്. സ്റ്റേറ്റിൽ ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാനാണ് കുറച്ച് പാടാണ്. അപ്പം എന്തായാലും എൻ്റെ മാർക്ക് അറിഞ്ഞല്ലോ അല്ലേ, 86 മാർക്ക്. വലിയ മാർക്കൊന്നും ഇല്ല. ബട്ട് എനിക്കറിയില്ല, ഞാൻ അത്ര ഇവിടെ എന്നെ ചതിച്ചു ഇംഗ്ലീഷ്. എപ്പോഴും എന്നെ ചതിക്കുന്നൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഇവിടെയും ചതിച്ചു. ഇനി പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
അപ്പോൾ ഗൈസ് എല്ലാവർക്കും പ്രതീക്ഷ മാർക്ക് കിട്ടുക നെക്സ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോസൊക്കെ വരുന്നതാണ് കേട്ടോ. പിന്നെ +1 +2 പിന്നെ 10th അങ്ങനെയുള്ള കുട്ടികളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ. അവർക്കുള്ള വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അടുത്ത ആഴ്ച മുതൽ. ഓക്കെ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ബൈ.